ഇതിൽ മുല്ലപ്പൂ കെട്ടുന്നത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മൾ ആദ്യം 2 പൂവ് അപ്പുറം ഇപ്പുറമായിട്ട് വെക്കുക. ഇത് കുറച്ച് കെയർ ചെയ്തിട്ട് വേണം കെട്ടാൻ. നല്ല മുറുക്കി വലിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തണ്ട് ഒടിഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ 2 പൂക്കൾ അപ്പുറം ഇപ്പുറം വെച്ചിട്ടുണ്ട്. 2 പ്രാവശ്യം ഒന്ന് ചുറ്റിച്ചെടുക്കുന്നുണ്ട്. അതിൽ ബലം കൊടുക്കരുത്, കുറച്ച് കെയർ ചെയ്തിട്ട് വേണം കെട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഈ ഒരു 3 വിരലാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ നമ്മുടെ 3 വിരൽ, ആ 3 വിരൽ വെച്ചിട്ട്, അതായത് ഇതിവിടെ പ്രസ് ചെയ്യുന്നു, ഇവിടെ സപ്പോർട്ട് കൊടുക്കുന്നു, ഇതിവിടെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. റൊട്ടേറ്റ് ചെയ്തിട്ട് ആ ഒരു സർക്കിൾ ഉണ്ടായല്ലോ, ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഒരു നോട്ട് വന്നു കഴിഞ്ഞു. അത് നമ്മൾ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ നോട്ട് അതിലേക്ക് തന്നെ വന്നു വീണോളും. ഇനി നമ്മൾ വീണ്ടും അടുത്തത് ഈ പിച്ചിപ്പൂ അല്ലെങ്കിൽ കോയമ്പത്തൂർ മുല്ലപ്പൂ എന്നൊക്കെ പറയുന്നത് നല്ല അടുപ്പിച്ച് കെട്ടണം, എന്നാലാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതിൽ മാക്സിമം നമ്മൾ അടുപ്പിച്ച് കെട്ടുക. അപ്പോൾ 2 എണ്ണം അടുത്തടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഇതിന് ഒരു റൗണ്ട്, ഇപ്പോൾ ഒരു റൗണ്ട് കൊടുത്താൽ മതി. റൗണ്ട് കൊടുക്കുക. 3 വിരൽ ഉപയോഗിച്ചു. ആദ്യം ഒരു ട്രയാങ്കിൾ പോലെ ഉണ്ടാക്കി, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഈ പൂവിനെ കടത്തി വിടുകയാണ്. ഇപ്പോൾ ഒരു നോട്ട് വന്നു കഴിഞ്ഞു. പതുക്കെ വലിക്കുക. ഈ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവിൻ്റെ മേക്കിങ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഇതുണ്ടാക്കുന്ന രീതി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കണ്ടാൽ മതി.